എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഒരു ഓമയ്ക്കയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഓമയ്ക്ക കൊണ്ടൊരു പക്കോടയാണ്. അതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ഓമയ്ക്ക എടുത്തിട്ടുണ്ട്. ഇത് നന്നായി ചോപ്പ് ചെയ്ത് വച്ചേക്കുവാണ്. പിന്നെ വേണ്ടത് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു സ്പൂൺ പെരിഞ്ജീരകം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില, 2 പച്ചമുളക്, ഒരു സ്പൂൺ കോൺഫ്ലോർ ഇല്ലെങ്കിലും നിങ്ങൾക്ക് അരിപ്പൊടി എടുത്താലും മതിയാവും. പിന്നെ വേണ്ടത് 1 കപ്പ് കടലമാവാണ്. പിന്നെ ആവശ്യത്തിന് എണ്ണ. ഇനി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലൊരു ബൗൾ എടുക്കുക. അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓമയ്ക്ക ചേർത്ത് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ കോൺഫ്ലോർ, ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 1 സ്പൂൺ പെരിഞ്ജീരകം, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ വേണ്ടത് കടലമാവാണ്. അതോട് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. വെള്ളം ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല. കൈ ഉപയോഗിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. 1 സ്പൂൺ ചിക്കൻ മസാല, 1 സ്പൂൺ മുളക് പൊടി. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. എരിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാവുന്നതാണ്. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇതിൽ നമുക്ക് പ്രധാനമായിട്ട് ചേർത്ത് കൊടുക്കേണ്ട ഒരു ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അത് കായപ്പൊടിയാണ്. കുറച്ചിട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ പൊടിയാണ് യൂസ് ചെയ്യുന്നത്. ഇട്ട് കൊടുത്തിട്ട് നന്നായി കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കാം. നമ്മളുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ എടുത്താൽ മതിയാവും. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പക്കോടയുടെ മിക്സ് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ നന്നായി ചൂടായിട്ട് വേണം മിക്സ് ഇട്ട് കൊടുക്കാൻ. പക്കോടയുടെ മിക്സ് എല്ലാം ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്. ഓമയ്ക്കയിൽ വൈറ്റമിൻ സിയും എയും എല്ലാം ഒരുപാട് അടങ്ങിയിട്ടുള്ളൊരു ഫ്രൂട്ട് കൂടിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പക്കോടയുടെ ഒരു ഭാഗം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പക്കോട എല്ലാം ഇതുപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലോട്ട് കോരി മാറ്റാം. ബാക്കിയുള്ള പക്കോടയുടെ കൂട്ടെല്ലാം ഇതിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓമയ്ക്ക പക്കോടയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ ക്രിസ്പിയാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.